ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി തളർച്ചകൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അതാ ഒരു വാർത്ത കേൾക്കുകയാണ്. എന്താണ് ആ വാർത്ത? പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നിരിക്കും അത്രേ. ആ മനുഷ്യന്റെ പേരാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ലോകം മുഴുവനും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ, ഹിജാസിന്റെയും പരിസരത്തുമൊക്കെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ്. ലോകം മുഴുവനും വലിയ പ്രയാസം നിലനിൽക്കും. അപ്പോഴാണ് ഒരു വാർത്ത അറിയുന്നത്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ടതായ മഖാം ഇബ്രാഹിമിന്റെയും പരിശുദ്ധമായ മക്കയിൽ പുണ്യമാക്കപ്പെട്ട കഅബാലയത്തിന്റെ താഴെ, ആ കഅബാലയത്തിന്റെ ചുവട്ടിലുള്ള മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ ഇശാ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടുകയാണ്. ആദ്യമായി മദീനക്കാർ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നീട് മക്കക്കാര് കടന്നു വരുമത്രേ. പിന്നീട് ഇറാഖികൾ കടന്നു വരുമത്രേ. പിന്നീട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദിയായി അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹ്ദി ഇമാമിനെ കുറിച്ച് 1400 ആണ്ട് മുതൽ ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പേരും അദ്ദേഹത്തിന്റെ പേരും സാമ്യമുള്ളതാണ്. അഥവാ എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, മഹ്ദി ഇമാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് വാചാലനാവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരും എന്റെ വാപ്പാന്റെ പേരും സാമ്യമുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. അത് തന്നെയാണ് എന്റെ ഉപ്പാന്റെ പേരും. എന്റെ ഉപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, വഹുവ മിൻ തറത്തി, എന്റെ പരമ്പരയിൽപ്പെട്ടതാണ്, എന്റെ പേരക്കുട്ടിയാണ്. മിൻ സുലാലത്തി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ ഉള്ള മകനാണ് മഹാനായ മഹ്ദി എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബിയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെയാണ് ആര് കടന്നു വരിക? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു. ഹസനും ഹുസൈനും, വാപ്പ ഹസനും ഉമ്മ ഹുസൈനും പരമ്പരയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സംഗതി ഏതെന്നറിയുമോ? ഈ ലോകത്തുള്ളതാകുന്ന സാമ്പത്തികമായ പ്രശ്നത്തെ പരിഹരിക്കലാണ്. ലോകം മുഴുവനും സാമ്പത്തികപരമായി പ്രയാസത്തിലാണ്. ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ, പുണ്യമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരത്ത് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഇശാ കഴിഞ്ഞുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ മല ഉയർന്നു വരുമത്രേ. ജനങ്ങൾ മുഴുവനും അങ്ങോട്ട് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈമാനുള്ള മുഅ്മിനേ, ഈമാനുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ അങ്ങോട്ട് ഓടരുതേ, അങ്ങോട്ട് പോകരുതേ. യുഖതലു 99 ഫിൽ മിആ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങോട്ട് ഓടുന്നതാകുന്ന 99% ആളുകളും മരണത്തിലേക്ക് വഴുതി വീഴുമേ. അവിടെ യുദ്ധം നടക്കുമേ. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന സ്വർണത്തിന്റെ മലയിൽ നിന്ന് സ്വർണം കരഗതമാക്കാൻ ഓടുന്ന ജനങ്ങളിൽ അധികവും യുദ്ധത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. യുഖതലു
199% ആളുകളും യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്ന സന്ദർഭമാണ്. ഏതാനും ചില ആളുകൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരുകയാണ്. അവർ മുസ്ലിമീങ്ങളാണ്, അവർ മദീനക്കാരാണ്. അവർ ഓടി വന്നുകൊണ്ട് മഹാനുഭാവനെ ബൈഅത്ത് ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങളെ അനുസരിച്ചു കൊള്ളാം, നിങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം. ഞങ്ങളുടെ ഖലീഫയായി ഞങ്ങളിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സയ്യിദായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന മദീനക്കാര് കടന്നു വരുമ്പോ മക്കക്കാര് തൊട്ട് പിറകെ ബൈഅത്ത് ചെയ്യുകയാണ്. പിന്നീട് ഇറാഖികൾ ബൈഅത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പിന്നെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിലുള്ളവർ ഓടി ചെന്നുകൊണ്ട് ഇമാം മഹ്ദിയുടെ വരവറിഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ, ബൈഅത്ത് ചെയ്യുമത്രേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ സമയത്തതാ സമ്പത്തില്ല, കയ്യിൽ പണമില്ല, ഒരു പവറുമില്ല, എല്ലാവരും തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ യഹ്സിൽ മാല ഹഫിയാ ലാ യഉദ്ദുഹു അദാ ലാ യഉദ്ദുഹു അദാ. കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഒങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. സാമ്പത്തിക പരാധീന അനുഭവിക്കുന്ന, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നതായ പടച്ചറപ്പേ, ഞങ്ങൾക്കൊരു നേതാവിനെ, ഞങ്ങൾക്കൊരു ഖലീഫയെ തരണേ അല്ലാ, മഹദിയെ തരണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞോട് നാഥനോട് ചോദിച്ചു കൊണ്ടിരുന്നതായ മോമിനീങ്ങൾക്കിടയിലേക്ക് ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. മോമിനീങ്ങൾ അവരുടെ അടുക്കലേക്ക് എത്തുമ്പോ യഹ്സിൽ മാല ഹസിയാ, സമ്പത്ത് അദ്ദേഹം വാരി വിതറുമത്രേ. ലാ യഅ്ദുഹു അദാ, ആ സമ്പത്ത് കൊടുക്കുന്നതിൽ അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്തുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്സിൽ മാല ഹസിയൻ ലാ യഅദ്ദുഹു അദ്ദാ ശഫീഉനാ റസൂലുള്ളാഹി. ആ പണം എത്രടാ വേണ്ട, അതെനിക്ക് ഇത്ര, പിടിച്ചോ. സമ്പത്ത് അങ്ങോട്ട് കൊടുക്കും, പണമെന്നല്ല പറഞ്ഞു, യഹ്സിൽ മാല, സമ്പത്ത് കൊടുക്കും, സമ്പത്ത് കൊടുക്കും. ഹസിയ യഹ്സിൽ മാല ഹസിയൻ ലാ യഅദ്ദുഹു അദ്ദാ. എണ്ണുന്ന പരിപാടിയില്ല, ഇഷ്ടം പോലെ കൊടുക്കും. അന്നങ്ങാണം ജീവിച്ചാൽ മതിയായിരുന്നു. പലരും അങ്ങനെ മനസ്സിലാക്കരുത് അല്ലേ, പൈസ കുറെ കിട്ടിയാൽ. നമുക്കിപ്പോഴും അതാ ചിന്ത. അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിലുള്ള സാമ്പത്തികമാകുന്ന പരാധീനകൾ തീർക്കുകയാണ്. വീണ്ടും മഹാനവറുകൾ മുസ്ലിമീങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്, അവർക്ക് നേതൃത്വം വഹിക്കുകയാണ്, അവരെ മുഴുവനും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരികയാണ്. ഒരു ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അദ്ദേഹം കൊണ്ടുവരികയാണ്. ഒരു തസ്ബീമാലയിലുള്ള മുത്തുമണികളെ പോലെ മാനവാവൻ കോർത്തിണക്കുകയാണ്, എല്ലാവരെയും ഐക്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് ലോകത്ത് വിവിധ ആദർശങ്ങളുമായി നീങ്ങുന്ന മുസ്ലിമേ എല്ലാവരെയും ഒരൊറ്റ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയാണ്. ഒരൊറ്റ നേതൃത്വമാണ്, ഒരൊറ്റ കലിമ മാത്രമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന മഹോന്നതനായ വ്യക്തിയാണ് ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു. മഹാനുഭാവൻ വിളംബരം ചെയ്യുകയാണ്, അടുത്തതായി നമ്മുടെ പ്രവർത്തനം തുർക്കി പിടിച്ചെടുക്കലാണ്. മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നതായ തുർക്കി പിടിച്ചെടുക്കാൻ വേണ്ടി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു സൈന്യവ്യൂഹവുമായി പരിശുദ്ധ മക്കയിൽ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹദിയതാ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധമായ തുർക്കി മുസ്ലിമിന്റെ കൈവെള്ളയിലേക്ക് തിരിച്ചെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ അല്ലാഹ്, ആ മഹദി ഇമാമിന്റെ അവതാരങ്ങൾ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നീ പൊരുത്തം നൽകണേ അല്ലാ. അവസാന കാലഘട്ടത്തിലെ സംഭവമാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ലോകത്ത് മുഴുവനും ഇസ്ലാമികമായ സിസ്റ്റമാറ്റിക് കൊണ്ടുവരും അത്രേ, എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ജനങ്ങൾ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരും അത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി
ഇതൊക്കെ അവസാന സംഭവമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തോടുകൂടി. ഒരുപാട് അടയാളങ്ങൾ ഇനിയുണ്ട്, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത്. പലരും അങ്ങനെ ഇന്നും പുസ്തകത്താളിലൂടെ ഒക്കെ എഴുതുന്നുണ്ട്. പലരും അദ്ദേഹത്തെ ഒരു സാധാരണക്കായിട്ട് മനസ്സിലാക്കുന്നത്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പേര് കേൾക്കുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് പറയുക, എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതാം. നബിയുടെ പേര് അങ്ങനെ തന്നെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ബ്രാക്കറ്റിലിടും. അല്ലേ? ബ്രാക്കറ്റിൽ നമ്മൾ ഇടൂലേ? അങ്ങനെ ആദ്യമായിട്ട് സീന് ബ്രാക്കറ്റ് ഇട്ടതാകുന്ന വ്യക്തിയുടെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ അവിടുന്ന് വ്യക്തമാക്കുകയാണ്. അവിടുന്ന് ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്ക്, ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒന്ന് ചുരുക്കി എഴുതിയ, ഷോർട്ട് ഫോമിൽ എഴുതിയ, നമ്മളങ്ങനെ എഴുതുമല്ലോ സീൻ, അങ്ങനെ, അതായത് ബറക്കത്ത് കേടാന്നർത്ഥം. ഒരിക്കലും പാടില്ല. കാരണം അത് പരിപൂർണമായി എഴുതുന്നതുകൊണ്ട് നമുക്കൊരു, നമ്മൾ സ്ഥലം സ്പേസ് പോകുന്നു എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ എഴുത്ത് അങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താണെന്നറിയോ? ഇത് വായിക്കുന്നവർ അത് പരിപൂർണമായിട്ട് അങ്ങ് വായിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയത്ത് നമ്മൾ മറ്റേ എന്ന് ഒരൊറ്റ ഒരു ഇതിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായിട്ട് പറയൂല. അതൊക്കെ അദബ് കേടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അദബ് കേടാണ്. ഇമാം നവവി തങ്ങൾ ആരാണ്? വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണതിൽ തർക്കമില്ല എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാകുന്ന തുഹ്ഫയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ഇമാം നവവി റഹിമഹുല്ലാ. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം തഖ്രീബുൻ നവാവി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. പേര് ഷോർട്ട് എഴുതാൻ പാടില്ല. അത് ആരുടെ പേര്? മഹത്തുക്കളുടെ പേര് പറയുമ്പോൾ നമ്മൾ ഉറക്കെ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞേക്കണം. എന്തിനാ നമ്മുടെ നാവ് വെറുതെ വെച്ചാക്കുന്നത്? നമ്മളെന്തിനാ നാവ് വെറുതെ അപകടത്തിലേക്ക് എത്തിക്കുന്നത്? നമ്മളെന്തിനാ വെറുതെ അപകടത്തിലേക്ക് പോകുന്നത്? അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അദബ് വെക്കേണ്ട ആളുകളെ അദബ് വെക്കേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. അതാണ് ശരീഅത്തുൽ ഇസ്ലാം തന്നെ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആകത്തുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. قال رسول الله صلى الله عليه وسلم سيأتي على الناس زمان تكون فيهم فتنة الضراء بعد فتنة السراء. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബത്തെ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായം ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. തകൂനു ഫീഹിം ഫിത്ന, അവർക്കിടയിൽ ഒരു ഫിത്നയുണ്ടാകുമേ, അവർക്കിടയിൽ ഒരു നാശമുണ്ടാകുമേ. ആ ഫിത്നയുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കുകയാണ്. ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൻ സറാ. അവർക്കിടയിൽ ബുദ്ധിമുട്ട് കടന്നു വരുമേ. സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികമായി തളർച്ചയുണ്ടാകുന്നതായ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും? ഒരു ഫിത്നയിലൂടെയായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് എല്ലാവർക്കും കടന്നു വരുന്ന ഒരു ഫിത്നയാണ്. സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിലും മറ്റു രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കഴിഞ്ഞ നവംബർ 8 കടന്നു വന്നതാകുന്ന നോട്ട് നിരോധനം. എല്ലാവരുടെ ഓർമ്മയിലേക്കൊന്ന് കടന്നു വരട്ടെ. പലരും ഒരു വർഷം കഴിഞ്ഞപ്പോൾ വിഡ്ഢിദിനമായി ആഘോഷിച്ചിട്ടുണ്ടാകും. പലരും പോസ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട്. കാരണം അത്തരത്തിലേക്ക് ജനമനസ്സുകളിൽ വല്ലാതെ മരവിപ്പിച്ചതാകുന്ന ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലം. ഇന്നും അതിന്റെ അലവലികൾ നിന്നിട്ടില്ല. സാമ്പത്തികപരമായി വളരെ പരാധീനതപ്പെടുകയാണ് സമൂഹം.
കച്ചവടമില്ല, എവിടെയും പരാതി, എപ്പോഴും മഹല്ലത്തുകളിൽ പരാതി. ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ ജനങ്ങളുടെ അഭ്യർത്ഥന അതാണ്. ഉസ്താദേ, കച്ചവടമില്ല, വളരെ പ്രയാസമാണ്. അതിനെ തൊട്ടുപിറകെ തന്നെ GST കടന്നു വന്നു. പലവിധ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. ഒരു ഹോട്ടൽ പോലും നേരെ ചൊവ്വെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു ലാ തഖൂമു ലാ തഖൂമു ഈ ലോകം അവസാനിക്കോ ഇല്ല സാബ, ഈ ലോകം അവസാനിക്കോ ഇല്ല സാബ. ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ, ഒരു ഫിത്ന സമൂഹത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് കടന്നു വരാതെ. എങ്ങനത്തെ ഫിത്ന എന്നറിയുമോ? നാശമെന്നറിയുമോ? ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൽ സറാ. ജനങ്ങൾ സുഭിക്ഷതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആർഭാടത്തിലും ആസ്വാദനത്തിലും ജനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ, അവർക്കിതാ പ്രശ്നവും നൊമ്പരവുമായി പ്രയാസവുമായി ഒരു ഫിത്നയുടെ കാലഘട്ടം കടന്നു വരുമേ. ആ കാലഘട്ടത്തിലൂടെ ജനങ്ങൾ കടന്നു പോകാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, ആ കാലഘട്ടമല്ലേ ഇത്? അള്ളാന്റെ റസൂല് പറഞ്ഞ കാലഘട്ടമല്ലേ ഇത്? സാമ്പത്തികപരമായി പ്രയാസമല്ലേ? ആരാ ഇവിടെ പ്രയാസത്തിലല്ലാത്തവർ? എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ അവിടെ വിഷമങ്ങൾ മനസ്സിന്റെ അകത്തളത്തിൽ വെച്ച് പടച്ച തമ്പുരാന്റെ മുന്നിൽ പാതിരാത്രി സമയത്തിന് ശിയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ പകഞ്ഞു മാറ്റിക്കൊണ്ട് തഹദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മമാരില്ലേ? എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, നെഞ്ചു പൊട്ടിക്കൊണ്ട് പടച്ചറപ്പിലേക്ക് ദ്വാരക്കുന്നവർ എത്രയോ ആളുകളുണ്ട്. മഖബറകൾ വന്ന് സിയാറത്ത് ചെയ്യുന്നവർ, നേർച്ചകൾ നേരുന്നവർ എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, എന്റെ ഈ ബുദ്ധിമുട്ട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഈ പ്രയാസം ഒന്ന് മാറ്റി തന്നെങ്കിൽ എന്ന് കരുതിക്കൊണ്ട് ദുആ ചെയ്യുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അല്ലാഹുവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇതൊരു പ്രയാസത്തിന്റെ സമയമാണ്, ഇതൊരു പ്രയാസത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. ഇമാം മഹ്ദി കാലം കാത്തിരിക്കുന്നു എന്ന വിഷയം നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട വിഷയമാണ്. കാരണം കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സയഅതി അലന്നാസി സമാൻ തകൂനു ഫീഹിം ഫിത്ന. എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം കടന്നു വരുമേ സഹാബത്തെ, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം കടന്നു വരും സാബ. ആ കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, തകൂനു ഫീഹിം ഫിത്ന. അവർക്കിടയിൽ ഒരു ഫിത്ന കടന്നു വരുമേ, അവർക്കിടയിൽ ഒരു നാശമുണ്ടാകുമേ. എങ്ങനത്തെ ഫിത്നയാണ്? ഫിത്നയാണ്, ആ ഫിത്നയുടെ പേര് തന്നെ റസൂലുള്ള വെളിപ്പെടുത്തുകയാണ്, ഫിത്നത്തുൽ ളറാ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്നയാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്നയാണ്. എങ്ങും ബുദ്ധിമുട്ട്, മാനസികമായി തന്നെ പ്രയാസം, വളരെ ബുദ്ധിമുട്ട്. പക്ഷെ ഇത് ആർക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകും. വദാലിക്കലിൽ ആമ്മ സയ്യിദുനാ റസൂലുള്ളാഹി, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണല്ലോ. നോട്ട് നിരോധനം വന്നപ്പോ, GST വന്നപ്പോ ഇവിടെ ആർക്കെങ്കിലും, നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടത്. എല്ലാരെയും ബാധിക്കുകയാണ്, എല്ലാവർക്കും ഉണ്ട്. ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി. ഇതെപ്പോഴാ കടന്നു വരിക? അതും പ്രവാചകൻ പറഞ്ഞു. അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കാണ് സൂചിക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, ബഅദ ഫിത്നത്തിൻ സറാ, ബഅദ ഫിത്നത്തിൻ സറാ. സുഭിക്ഷതയിൽ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആസ്വാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് രസിച്ചും രമിച്ചും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ ളറാ നൽകുമേ, ഫിത്നത്തുൽ ളറാ സമ്മാനിക്കുമേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴാണ്? സാമ്പത്തികപരമായി നല്ല റാഹത്തായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു 10-30 കൊല്ലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരും വീടില്ലാത്ത ആളുകളൊക്കെ വീടുണ്ടാക്കിയിട്ടുണ്ട്. അല്പം സാമ്പത്തിക ശേഷിയിൽ പുറകോട്ട് പോയവരൊക്കെ 10-30 കൊല്ലം കൊണ്ട് റാഹത്തായിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഓരോരുത്തർ അവനവന്റെ കാര്യം ചിന്തിച്ചാൽ മതി. വീട് വെച്ചവർ അന്ന് വീട് വെച്ചു, ഇന്നിപ്പോ വീട് വാങ്ങാൻ പറ്റൂല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഡൗൺ ആയി പോയി.
വളരെ പ്രയാസത്തിലാണ്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്ന സഹോദരങ്ങൾ ഇസ്ലാമികപരമായി കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഒരുപാട് ആളുകൾ അതിൽ പലവിധ കള്ളത്തരങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അമലിയാത്തിൽ മോശത്തരം വരുത്തി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദീനിയാത്തിൽ നമ്മൾ എത്രത്തോളം പുറകോട്ട് പോകുന്നോ, അമലിയാത്തിൽ എത്രത്തോളം നമ്മൾ പുറകോട്ട് പോകുന്നോ, അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്തിലാഉകൾ നമുക്ക് നൽകും, പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ കാലഘട്ടം അതൊരു ഫിത്നയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിക വചനം പോലെ തന്നെ നബിയുടെ വചനവും മോജസാണ്. മോജസ് എന്ന് പറഞ്ഞാൽ ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമി എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, മോജസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കാണ്, വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. കുറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ ഫിത്നയ്ക്ക് ശേഷമാണ്. സുഭിക്ഷത എന്ന് പറയുന്നത് ഒരു ഫിത്നയാണ്. ആ ഫിത്നയുടെ കാലഘട്ടത്തിന് ശേഷമാണ് ബുദ്ധിമുട്ടിന്റെ ഫിത്ന കടന്നു വരുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും സുഭിക്ഷത, എവിടെയും സുഭിക്ഷത. എത്രയോ ഡ്രസ്സുകളാണ് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും അലമാരകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്ക്, ഓരോരുത്തർക്കും അവനവന്റെ ഡ്രസ്സിന്റെ എണ്ണം സത്യത്തിൽ അറിയില്ല. ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ്. മുസ്ലിം സമൂഹമാണ്. ആരിൽ? അള്ളാഹുവിൽ വിശ്വസിച്ചവർ, ഖബറിൽ വിശ്വസിച്ചവർ, മരണമുണ്ടെന്ന് വിശ്വസിച്ചവർ. മരിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സോ ഈ വസ്ത്രങ്ങളോ അവന് ഉപയോഗിക്കുന്നതാകുന്ന സാധന സാമഗ്രികളോ അവന്റെ സമ്പത്തോ അവന് ഒരിക്കലും തന്നെ ഗുണം ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന മുഅ്മിൻ, അവന്റെ അലമാരക്കുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് വസ്ത്രങ്ങളാണ്, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ളതാകുന്ന വില കൂടിയ ഉപകരണങ്ങളാണ്. ഒരുത്തനും കണക്കില്ല, എത്രയോ ആർഭാടങ്ങളാണ് അവന്റെ ജീവിതത്തിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, വലാ തുബദ്ദിർ തബ്ദീറാ, ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന الشياطين وكان الشيطان لربه كفورا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കണേ, ആ ഖുർആനിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളണേ, ഖുർആനിലൂടെ ജീവിതം ഒന്ന് നന്നാക്കി എടുക്കണേ. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, ദൂർത്തടിക്കരുതേ, ദൂർത്തടിക്കരുതേ. എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ സമ്പാദിച്ച പണമാണ് എന്നുള്ള കാര്യം സമ്പത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ഗണിച്ചെടുക്കണേ. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണമില്ലയോ, പണമില്ലയോ. എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കരുനാഗപ്പള്ളി ദേശത്തുള്ളവരുണ്ട്, എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഉസ്താദേ, എന്റെ കച്ചവടം താറുമാറിലാണ്, എന്റെ ബിസിനസ് വല്ലാതെ പൊളിഞ്ഞിരിക്കുകയാണ്, സൗദിയിൽ നിസാഖത്തിന്റെ പ്രശ്നമാണ്, ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, എന്റെ കുടുംബത്തെ ഞാൻ അറിയിച്ചിട്ടില്ല, എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല. കടം വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി മാസത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ ഡ്രാഫ്റ്റ് അയക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചു പൊളിക്കുകയാണ്, അവളെ രസിക്കുകയാണ്, രമിക്കുകയാണ്. പാവപ്പെട്ട ഭർത്താവ് അതാ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണം, പെങ്ങളെ, പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നീ അടിച്ചു പൊളിക്കുകയല്ലയോ, നീ വസ്ത്രം എടുത്തുകൊണ്ട് കളഞ്ഞു കുടിക്കുകയല്ലയോ. ഹബീബായ നബി തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന الشياطين وكان الشيطان لربه
കഫൂറാ. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനേ മുഅ്മിനത്തേ, നീ ധൂർത്തടിക്കരുതേ. കാരണം നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. മുഅ്മിനാരാണ്? മുത്തഖിയാരാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞില്ലയോ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. അവിടെ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫംപുടയിലേക്ക് തന്റെ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. അവിടെ മുങ്കർ നക്കീർ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും, മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയാൾ നരകത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമെന്ന് ഉറപ്പുള്ളവനാണ് മുഅ്മിന്. മീസാൻ എന്ന താസിലേക്ക് നന്മ തിന്മകൾ കൊണ്ടുവന്ന് വെക്കുമെന്ന് ഉറപ്പുള്ളവനത്രേ മുഅ്മിന്. അവനതാ സിറാത്ത് പാലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമെന്നുള്ള യാഥാർത്ഥ്യ ബോധമുള്ളവനാണ്. സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. കത്തിജ്വലിക്കുന്ന നരകത്തെ അല്ലാഹു പടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ്. الذين يؤمنون بالغيب അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യ, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാനവ, നിന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വലാ തുബദ്ദിർ തബ്ദീറാ. നീ ധൂർത്തടിക്കരുതേ. സ്വന്തം ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പത്ത്, എന്റെ പ്രിയപ്പെട്ട വെളുത്തവൺ ഒരുമിച്ചുകൂടി ആയിരക്കണക്കിന് പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരിമാരെ, ധൂർത്തടിക്കരുതേ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്തിൽ നിന്ന് മാസങ്ങൾ നിനക്ക് കൃത്യമായി പണം അയച്ചു തരുമ്പോഴും ആ പണം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവനാണ്, പവറുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൂർത്തടിക്കരുതേ. എത്ര പണമുള്ളവനായിരുന്നാലും എത്ര പവറുള്ളവനായിരുന്നാലും ഇതാ ഒരു ഫിത്നയിലേക്ക് പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലോകത്തിന്റെ നായകൻ പറയുകയാണ്, തകൂനു ഫീഹിം ഫിത്നത്തുല്ലാ. വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികപരമായി തകരുന്ന കാഴ്ചയാ എന്റെ സമുദായത്വം കാണാനിരിക്കുന്നത്. അത് കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. വസ്ത്രത്തിൽ ഒരു ചെറിയ ചുളുക്ക് വന്നതുള്ളൂ, അപ്പോഴേ പറയാം ഇത് മാത്രം നമുക്കിത് പറ്റത്തില്ല അല്ലേ? ശരിയല്ലേ? സഹോദരിമാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? മറക്കപ്പുറം അല്ലേ? എന്നാലും അവര് കാണൂലേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശരിയല്ലേ? ശരിയല്ലേ? അതെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്ത് ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതെന്താ അവരെ പറയുന്നത്? നമ്മൾ പുറകോട്ടാണോ? എത്ര ജോഡി വസ്ത്രമുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? എണ്ണമില്ല ഉസ്താദെ, എണ്ണമില്ല. അത്രത്തോളം വസ്ത്രങ്ങളാണ് നമുക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ജോഡി വസ്ത്രം, എത്ര ജോഡി കുപ്പായുണ്ട്, എത്ര ജോഡി മുണ്ടുണ്ട്. പാന്റ് ധരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കുക, എത്ര ജോഡി ഉണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. എത്ര ജോഡി ചെരുപ്പുകളാണ് നമുക്കുള്ളത് ചിന്തിച്ചു നോക്ക്. എത്ര സുഭിക്ഷതയാണ് നമുക്ക്.